ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. സത്യമ നസീറിൻ്റെ അഹങ്കാരം ശരിക്കും ഓടിച്ചങ്ങു വിട്ട്. ഞങ്ങൾ ഈ വീട്ടിൽ താമസിക്കുന്നതേ കൃത്യമായിട്ട് വാടക എണ്ണിക്കൊടുത്തിട്ടാ. ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറയാനേ നിനക്ക് യാതൊരു അവകാശവും ഇല്ല. ഞങ്ങൾക്ക് ഈ വീട് വാടകയ്ക്ക് തന്നത് സുബേറാണ്. സുബേർ വന്ന് പറയട്ടെ ഞങ്ങളോട് ഇറങ്ങാന്, അപ്പോൾ ഞങ്ങൾ ഇറങ്ങിക്കോളാം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതേ, നിനക്ക് ഇപ്പം നൂർജഹാനെ അടിക്കാനോ ഇടിക്കാനോ യാതൊരു അധികാരവും ഇല്ല. കാരണമേ അവളിപ്പം നിന്റെ ബീവി ആയിട്ടില്ല. നിന്റെ ബീവി ആയാൽ തന്നെയും അവളെ ഒരു കാര്യമില്ല ഉപദ്രവിക്കാനും ഒന്നും പറ്റത്തില്ല. എനിക്ക് അധികാരം ഉണ്ടോന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. എല്ലാത്തിനെയും ഞാൻ ഇവിടുന്ന് കെട്ടുകെട്ടിക്കും. എടി നൂറേ, നീ അങ്ങോട്ട് വാ, നിനക്കുള്ളതെല്ലാം ഞാൻ അവിടെ കരുതി വെച്ചിട്ടുണ്ട് എന്നും പറഞ്ഞ് നസീർ കുറച്ച് തുള്ളലൊക്കെ തുള്ളിയിട്ട് പോകുന്നുണ്ട്. പാവം നൂർജഹാൻ വിഷമത്തോടെ സത്യാമ്മയോട് പറയാ, സോറി സത്യാമ്മേ, അയാളൊരു ദുഷ്ടനാ. ആളുകളോട് എന്ത് പറയണമെന്നൊന്നും അയാൾക്കറിയില്ല. ഞാൻ എന്നാ ഇനി അങ്ങോട്ട് ചെല്ലട്ടെ, എൻ്റെ തലവിധി എനിക്കിത് ശരിക്ക് കിട്ടും എന്നും പറഞ്ഞ് പാവം നൂർജഹാൻ സങ്കടത്തോടെ പോവുകയാണ്. സങ്കടത്തോടെ പോന്ന നൂർജഹാനെ കണ്ടിട്ട് പിള്ളച്ചേട്ടൻ പറയുന്നു, സത്യാമ്മേ, ഈ കുഞ്ഞിൻ്റെ ഭാവി അത് ഓർത്തിട്ട പിള്ളേ എനിക്ക് സങ്കടം. ഭഗവാനെ, ഇങ്ങനെ ഒരു ദുഷ്ടൻ്റെ കയ്യിൽ ആ കൊച്ചിനെ നീ കൊടുക്കല്ലേ. ചന്ദ്രബോസും സുസ്മിതയും രോഹിത്തും എല്ലാം കൂട്ടം ചേർന്നിരിക്കുവാണ്. രോഹിത്ത് ചോദിക്കുന്നു, അപ്പോൾ പണി വെച്ചതാണില്ലേ അവൻ്റെ മർമ്മം നോക്കി തന്നെ. അത് കേട്ടിട്ട് സുസ്മിത പറയാ, പിന്നെ നീ എന്ത് കരുതിയടാ രോഹിത്തെ, ഈ ശൂന്യതയിൽ നിന്നും ഭസ്മമൊക്കെ എടുക്കുമല്ലോ അതുപോലെയോ? ലോറിയിൽ തന്നെ സ്പിരിറ്റ് പൊട്ടിമുളച്ച് വന്നതാണെന്നോ? നന്നായി തന്നെ പണിയെടുത്തിട്ടാ മോനെ ഞങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. നല്ലതുപോലെ അറിഞ്ഞു കൊടുത്ത പണി. ഇതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ ആരുടെയാണെന്നറിയോ? ഈ 6 അടി പൊക്കത്തിൽ വിരിഞ്ഞിങ്ങനെ നിൽക്കുന്ന എൻ്റെ ചിറ്റപ്പൻ ചന്ദ്രബോസ് പറയാ, അവൻ എൻ്റെ അടുത്ത് ചോദിച്ച് വാങ്ങിയതാ. ഇങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ നമ്മുടെ മലയാളികൾക്കിടയിലാണുള്ളത്. അങ്ങനെയുള്ള ഒരു ഐറ്റവാ ഭാര്യയും ഭർത്താവും കൂടെ എൻ്റെ അടുത്ത് എടുത്തത്. രോഹിത്ത് പറയാ, വലിയൊരു ഗുണ്ടയാന്നൊരു തോന്നലൊക്കെ വിഷ്ണുവിനുണ്ടായിരുന്നു. അതൊന്ന് ഒതുക്കി കിട്ടണം, എന്നാലേ അവൻ്റെ അഹങ്കാരം ഒന്ന് നിൽക്കത്തുള്ളൂ. ഈ അടിക്കാനറിയാവുന്നവരെ പുറത്തു കൊണ്ടെന്ന് അവനൊന്ന് അറിയണം. എന്ത് ചെയ്യാനാ, എൻ്റെ കൈ കിട്ടിയിരുന്നെങ്കിലേ ഞാൻ ചോര തുപ്പിച്ചാന്. പക്ഷെ എന്തോ ശുക്രനെ അവൻ്റെ ഉച്ചിയിൽ നിൽക്കുവാണെന്നാ തോന്നുന്നത്. ഈ ചന്ദ്രബോസിൻ്റെ വലയിൽ നിന്നേ അവൻ തലനാരടയ്ക്കാ രക്ഷപ്പെട്ടത്. സുസ്മിത പറയാ, പൊക്കണം, അവൻ ഏത് മാളത്തിപ്പോൾ ഒളിച്ചിരുന്നാലും അവിടുന്ന് അവനെ പൊക്കണം. റിമാൻഡിൽ കിട്ടിക്കഴിഞ്ഞാലേ അല്ല ചുണയുള്ള ചുണക്കുട്ടന്മാരുണ്ട്, അവരുടെ അടുത്തോട്ട് അവനെ അങ്ങോട്ട് വിടണം. പഴയ യുദ്ധമുറകളൊന്നുമല്ല, പുതിയ തന്ത്രങ്ങൾ പഠിച്ച് അവരെടുത്തിട്ട് അലക്കിക്കോളും അവനെ. 6-ാം മാസമേ എല്ല് നുറുക്കി പദം വരുത്തി അട്ടടയിൽ പൊതിയാൻ പാകത്തിന് പഴമ്പായിൽ പൊതിഞ്ഞു തരാൻ മിടുക്കുള്ളവര്. അവന്മാരുടെ മുന്നിലോട്ട് ഇവനെ ഒന്ന് ഇട്ടുകൊടുക്കാൻ എന്താ ചിറ്റപ്പ ഒരു വഴി? എടി കൊച്ചെ, ഇതിപ്പോഴേ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ ആ കളക്ടറോട് കൂറുള്ള കുറേ എംബോക്കികൾ വന്ന് കയറിയിട്ടുണ്ട്. എന്ത് നീക്കം ഉണ്ടായാലും അപ്പോൾ തന്നെ അവന്മാർ അവളെ വിളിച്ച് പറയുകയും ചെയ്യും. നോക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഓരോരുത്തരെയായിട്ട്. വിഷ്ണുവിൻ്റെ കട്ടയും പടവും മടക്കുന്ന പോലെ ഓരോരുത്തർക്കും ഞാൻ എണ്ണി വെച്ചിട്ടുണ്ട്. ഒടുക്കത്തെ 8ൻ്റെ പണി തന്നെ ഞാൻ കൊടുക്കും. വിഷ്ണു ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു പോലീസുകാരെ പോലും കൂട്ടാതെ ചിറ്റപ്പൻ അങ്ങ് ഇറങ്ങി. ചിറ്റപ്പ ആന കരിമ്പന്തോട്ടത്തിൽ കയറിയതുപോലെ അവനെ സഹായിക്കുന്നവരെയൊക്കെ ചിറ്റപ്പൻ എടുത്തിട്ടങ്ങ് ചതച്ചേരെ. അവൻ്റെ ഉറ്റവരും ഉടയവരും ഒക്കെ ബൂട്ടിൻ്റെ ചവിട്ട് കൊള്ളുന്നെന്നറിയുമ്പോൾ അവൻ താനെ അവനിരിക്കുന്ന മാളത്തിൽ നിന്ന് അങ്ങ് പുറത്തു ചാടും. സുസ്മിത മദ്യക്കുപ്പിയിൽ നിന്ന് മദ്യം ഒഴിച്ച് എല്ലാവർക്കും അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. മദ്യമൊക്കെ എടുത്ത് കുടിച്ചിട്ട് രോഹിത്ത് പറയുക, സ്നേഹിക്കുന്നവർക്ക് ചങ്ക് പറിച്ചു കൊടുക്കുന്നവനാ വിഷ്ണു. തൻ്റെ ഇഷ്ടക്കാർക്കൊരാപത്ത് വന്നു എന്ന് അവൻ അറിഞ്ഞാൽ അവന് പിന്നെ ഒരു പാതാളത്തിൽ ഒളിഞ്ഞിരിക്കാൻ പറ്റില്ല. ഇനി ഞാനൊരു സത്യം പറയട്ടെ, ഇത്രയൊക്കെ ദ്രോഹം ഞാൻ അവന് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്കൊരാപത്ത് വന്നാൽ അവൻ തീർച്ചയായിട്ടും വരും. എന്നെ ദ്രോഹിച്ചവർക്കെതിരെ അവൻ കണക്ക് ചോദിക്കുകയും ചെയ്യും. അതവൻ്റെ പ്രകൃതവാ. അവൻ ശുദ്ധനാ. അതുപോലെ തന്നെ ഭൂലോക മണ്ടനും. വളഞ്ഞ വഴിയിൽ കാര്യങ്ങൾ നടത്തണമെന്നൊന്നും അവനില്ല. രോഹിത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞത് കേട്ടിട്ട് സുസ്മിതയ്ക്ക് അങ്ങോട്ട് തീരെ രസിച്ചില്ല. നീ എന്താടാ രോഹിത്തെ, അവനെ അങ്ങ് വാഴ്ത്തപ്പെടുത്തുവാണോ? അത് കൊള്ളാം. അവന് വായിക്കരിയിടാനേ ചെത്തിപ്പൂവും പച്ചരിയും കറുകപ്പുല്ലും കൊണ്ട് കാത്തിരിക്കുന്ന എന്നോടാണോ പറയുന്നത്? അവനെ വാഴ്ത്തപ്പെട്ടവനാക്കിയിട്ട് എനിക്ക് എന്തോ കിട്ടാന്? അവനെ വീഴ്ത്താനുള്ള തന്ത്രമാ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അവൻ്റെ വേണ്ടപ്പെട്ടവർ കരയണം, നിലയില്ലാ കയത്തിൽ കിടന്ന് പെടാപ്പാട് പെടണം, എങ്കിലവൻ തീർച്ചയായും പുറത്തിറങ്ങും. ഇതൊക്കെ മുകളിൽ നിന്ന് കേട്ടോണ്ടെന്ന പൊട്ടി ശ്യാമ അവരോട് പറയുക, അപ്പോൾ നിങ്ങളെല്ലാവരും ചേർന്നാണ് വിഷ്ണുവേട്ടൻ്റെ ലോറിയിൽ സ്പിരിറ്റ് വെച്ചത്. ഞാൻ എല്ലാം കേട്ടു. രോഹിത്തെ, ഇത്രയും ക്രൂരത ആരോടും കാണിക്കരുത്. മതിയടി, ഇനി കൂടുതൽ ഉപദേശമൊന്നും നീ എന്നോട് പറയണ്ട.
വിഷ്ണു വീണാൽ അതിൻ്റെ അർത്ഥമേ ഞങ്ങൾ ജയിച്ചെന്നാ. അങ്ങനെ നിങ്ങളെ ഇപ്പം ഞാൻ ജയിക്കാൻ സമ്മതിക്കത്തില്ല. ഇപ്പം തന്നെ ഞാൻ എല്ലാവരെയും വിളിച്ച് വിവരം പറയും എന്നും പറഞ്ഞ് ആ മന്ദബുദ്ധി ശ്യാമ അവിടെ നിന്ന് ഫോൺ ചെയ്യാൻ നോക്കുവാണ്. അത് കണ്ടിട്ട് രോഹിത് പെട്ടെന്ന് അവളുടെ ഫോൺ കയ്യിൽ നിന്ന് പിടിച്ചു പറിച്ച് വാങ്ങിക്കുന്നുണ്ട്. കള്ളി, ഞങ്ങൾ പറയുന്നതൊക്കെ നീ ഒളിച്ചു നിന്ന് കേൾക്കുമായിരുന്നല്ലേടി? നീ എന്നെ ഭീഷണിപ്പെടുത്തുവാനോടി? അപ്പോൾ പിന്നെ നീ ജീവിച്ചിരിക്കണോടി എന്നും പറഞ്ഞ് ശ്യാമയുടെ കർണക്കുറ്റിക്ക് ഒരൊറ്റടി. അത് കണ്ടുകൊണ്ട് പപ്പിമോൾ അച്ഛാ എന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. അച്ഛാ, അമ്മയെ തല്ലല്ലേ അച്ഛാ, ഇവളെ തല്ലാനല്ലടി പോകുന്നത്, ഇവളെ ഞാനങ്ങ് കൊല്ലാൻ പോവുക. കൂട്ടത്തിൽ നിന്ന് ഒറ്റുന്നവളെയൊക്കെ കൂടെ നിർത്താൻ പാടില്ല എന്നും പറഞ്ഞ് രോഗത്ത് ശ്യാമയുടെ കൈക്ക് പിടിച്ച് വലിച്ചെഴച്ചു കൊണ്ടുപോയി മുകളിലെ റൂമിലങ്ങ് ഇടുവാണ്. നീ ഇനി മുതൽ ഇവിടെ കിടന്നാൽ മതി. നിന്നെ ആരാ വന്ന് രക്ഷിക്കുന്നതെന്ന് എനിക്കൊന്ന് കാണണം. ഈ മൊബൈലാണല്ലോ നിൻ്റെ ആയുധം, ഇനി മുതൽ ഇത് എൻ്റെ കയ്യിലിരിക്കട്ടെ എന്നും പറഞ്ഞ് രോഹിത്ത് പപ്പിമോളെയും ശ്യാമയും ആ മുറിയിലിട്ട് പൂട്ടിയിട്ടങ്ങ് പോവുകയാണ്. രോഹിത്തെ വാതിൽ തുറക്ക്, അച്ഛാ വാതിൽ തുറക്ക് എന്നൊക്കെ അവരിങ്ങനെ കരഞ്ഞു വിളിച്ച് പറയുന്നുണ്ട്. അതൊന്നും ആ ദുഷ്ടൻ്റെ കാതിൽ കേൾക്കുന്നില്ല. ഇതൊക്കെ കണ്ടിട്ട് ചന്ദ്രബോസ് സുസ്മിതയോട് പറയുക, നമ്മൾ പ്രതീക്ഷിച്ച പോലൊന്നും അല്ലല്ലോടി ഇവൻ, ആള് കൊള്ളാവല്ലോടി. അവൾക്ക് ചോറ് ഇവിടെയും കൂറ് അവിടെയും, അവൾ ശാരദാമ്മയെ വിളിച്ചിരിക്കുന്നു എന്നും പറഞ്ഞ് രോഹിത് ആ ദുഷ്ടക്കൂട്ടത്തിൽ ചെന്ന് പറയുക. പപ്പിമോൾ ആകെ പേടിച്ചിട്ട് ശ്യാമയോട് ചോദിക്കുന്നു, അമ്മേ നമ്മളിനി എന്ത് ചെയ്യും അമ്മേ? ആ സമയത്ത് ശാരദാമ്മ നോക്കുമ്പോൾ ശാരദാമ്മയുടെ ഫോണിൽ ശ്യാമ വിളിച്ചിരിക്കുന്നു. അയ്യോ, ശ്യാമ വിളിച്ചല്ലോ, എന്താണെന്നും ചോദിക്കുക എന്നും പറഞ്ഞ് ശാരദാമ്മ ഫോൺ ചെയ്യുമ്പോൾ ഫോൺ രോഹിത്തിൻ്റെ കയ്യിലാണ്. രോഹിത്ത് അത് നോക്കിയിട്ട് പെട്ടെന്ന് അങ്ങ് കട്ട് ചെയ്യുവാണ്. അത് കണ്ടിട്ട് ശാരദാമ്മ, ശ്യാമ എന്താ ഫോൺ കട്ട് ചെയ്ത്? വീണ്ടും ശാരദാമ്മ വിളിക്കുവാണ്. വീണ്ടും രോഹിത്ത് ഫോൺ കട്ട് ചെയ്യുവാണ്. ശ്യാമ ഇതെല്ലാം കേൾക്കുന്നുണ്ട്. രോഹിത്തെ, എൻ്റെ അമ്മയാ വിളിക്കുന്നത്, ആ ഫോണിങ്ങിതാ. രോഹിത്തെ, എൻ്റെ ഫോൺ ഇതാ എന്നൊക്കെ പറഞ്ഞിട്ട് ശബ്ദം കേൾക്കരുതിൽ നിൻ്റെ, മിണ്ടാണ്ടിരുന്നോണം എന്ന് രോഹിത്ത് ഇങ്ങനെ അലറി പറയുവാണ് ശ്യാമയോട്. ശ്യാമ വീണ്ടും വീണ്ടും ഫോൺ കട്ട് ചെയ്തല്ലോ, എന്തോ കുഴപ്പമുണ്ട് ഈശ്വര എന്നും പറഞ്ഞ് ശാരദാമ്മ ഇങ്ങനെ ചിന്തിക്കുവാണ്. ഈ സമയത്ത് നമ്മുടെ വിഷ്ണു മുഖമൊക്കെ മറച്ചിട്ട് ശാലിനിയും കമലനുമായിട്ട് കാറിലിങ്ങനെ യാത്ര ചെയ്യുവാണ്. അവരന്ന് ലോറിയിൽ ഫ്രൂട്ട്സും ഒക്കെ ആയിട്ട് വന്ന ആ വഴിയൊക്കെയാണ് അവർ നോക്കി പോകുന്നത്. ശാലിനി പറയുന്നു, എവിടെ വെച്ചാ ചതി പറ്റിയതെന്നും ആരാ അത് ചെയ്തതെന്നും നമ്മളുടെ മുന്നിൽ ഒരു വിറ്റ്നസ്സും ഇല്ല. പക്ഷേ ചതി പറ്റി, അതിൻ്റെ ഉറവിടം എവിടെയാണെന്ന് നമ്മളുടെ ഈ യാത്രയിൽ നമ്മൾ കണ്ടുപിടിച്ചേ പറ്റൂ. കമലൻ പറയുക, ഏട്ടത്തിയമ്മേ, ഞങ്ങൾ രാത്രിയിൽ 2-3 ചായ കുടിക്കാൻ നിർത്തിയെന്നല്ലാതെ വേറെ എങ്ങും ഞങ്ങൾ വണ്ടി സ്റ്റേ ചെയ്തിട്ടില്ല. എന്നാൽ നിങ്ങളന്ന് ചായ കുടിക്കാൻ കയറിയ കടകളിലൊക്കെ നമുക്കിപ്പോൾ ചായ കുടിക്കാൻ കയറാം. നമുക്കൊന്ന് അന്വേഷിക്കാം. ഈ സ്ഥലത്തെ പ്രധാന വില്ലന്മാരെയൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടുകയും ചെയ്യാമല്ലോ. ആ കൂട്ടത്തിൽ ആരോ ഒരാളാണ് നിങ്ങളുടെ വണ്ടിയിൽ സ്പിരിറ്റ് കൊണ്ടുവച്ച ആ മഹാൻ. വിഷ്ണു പറയാ, ചെയ്യിപ്പിച്ച ചന്ദ്രബോസാണല്ലോ. അപ്പോൾ സ്പിരിറ്റ് കൊണ്ടുവന്ന ലോറിയിൽ വെച്ചതും അവനേക്കാൾ വില്ലന്മാരായിരിക്കും. അല്ലെങ്കിൽ ചന്ദ്രബോസ് ആ പണിക്കൊന്നും നിൽക്കില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് അത്ര വേഗത്തിലൊന്നും അവരുടെ അടുത്തോട്ട് എത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ശാലിനി പറയുക, വിഷ്ണുവേട്ടാ, ചില അന്വേഷണ സിനിമകൾ കണ്ടിട്ടില്ലേ? ഈ ശൂന്യതയിൽ നിന്ന തെളിവുകളൊക്കെ അവരുടെ കയ്യിലോട്ട് എത്തുന്നത്. അതുപോലെ ഇതും അങ്ങനെ ആയിക്കൂടുന്നില്ലല്ലോ. എന്തായാലും നമുക്ക് പോയി നോക്കാം. ബാക്കി കാര്യങ്ങളൊക്കെ ഈശ്വരൻ തീരുമാനിക്കട്ടെ. അല്ല വിഷ്ണുവേട്ടാ, അന്ന് നിങ്ങൾ പോയപ്പോഴേ കുറേ നേരം വണ്ടി ബ്ലോക്കിൽ പെട്ട് കിടക്കുകയോ എന്തെങ്കിലും ഘോഷയാത്രയോ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഒന്ന് ഓർത്ത് നോക്കിക്കേ. അന്ന് വാഹനം എവിടെയെങ്കിലും നിർത്തിയിടേണ്ട അവസ്ഥ വല്ലതും ഉണ്ടായിരുന്നോ? അങ്ങനെയുള്ള സ്ഥലങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് ഓർത്ത് വെച്ചോ. ചിലപ്പോൾ പണി വന്നത് ആ വഴിക്കൂടെ ആയിരിക്കും. നമുക്കറിയാത്ത ഒരാൾ, നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലാത്ത രൂപമോ സാദൃശ്യമോ ഒന്നുമില്ല, അയാളൊരു കുറ്റം ചെയ്തുവെന്ന് മാത്രമേ ഉള്ളൂ. അയാളിപ്പോൾ എവിടെയുണ്ടെന്ന് പോലും നമുക്കറിയില്ല. പക്ഷെ നമുക്കയാളെ വേണം. അയാളെയും കൊണ്ട് നമ്മളിന്ന് മടങ്ങും. എടാ കമല, നമ്മൾ ഈ വഴിയിലൊന്നും നിർത്തിയില്ലല്ലോ. ഇല്ല ആശാനെ. എൻ്റെ വിഷ്ണുവേട്ട, ലക്ഷ്യത്തിലെത്താൻ എടുക്കുന്ന ശ്രമങ്ങൾ പലതാകാം. എന്നാൽ അതിൽ 99% പരാജയവും ആകാം. അവശേഷിക്കുന്ന ആ 1% വിജയമെങ്കിൽ ആ 1% എത്താൻ വെറുതെ നമുക്കൊന്ന് ശ്രമിച്ചുകൂടെ? നമുക്കേതായാലും ഇതിൽ നഷ്ടമൊന്നുമില്ലല്ലോ. നമ്മൾ എടുക്കുന്ന ഈ എഫേർട്ട് അത് വെറുതെ ആകില്ലെന്ന് തന്നെയാണ് എൻ്റെ മനസ്സ് പറയുന്നത്. പെട്ടെന്ന് കമലൻ ഒരു കട കണ്ടിട്ട് പറയുന്നു, ഇവിടെ ഞങ്ങളൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തായിരുന്നു. പക്ഷേ അവിടെ അവിചാരിതമായി ഒന്നും കണ്ടില്ല. ആ കടയിലും ആരും ഉണ്ടായിരുന്നില്ല. ജ്യൂസ് ഞങ്ങൾ വണ്ടിക്ക് അടുത്തു നിന്ന് തന്നെയാണ് കുടിച്ചതും. വിഷ്ണു പറയുന്നു, അത് ശരി തന്നെയാ, ഇവിടെ വെച്ച് ആരും അങ്ങനെ സംശയം തോന്നുന്ന രീതിക്ക് വന്നില്ല. എന്നാൽ ശരി വിഷ്ണുവേട്ടാ, നമുക്ക് മുന്നോട്ട് തന്നെ പോകാം. നമ്മൾ ആരെയാണോ തിരക്കുന്നത് അവർ തീർച്ചയായിട്ടും നമ്മുടെ മുന്നിലോട്ട് തന്നെ വരും. ഇത് ഉറപ്പാ വിഷ്ണുവേട്ടാ.
ഈ സമയത്ത് ശാരദാമ്മ ആകെ വിഷമിക്കുവാണ്. ശ്യാമയെ വിളിക്കാൻ പറ്റിയില്ലല്ലോ, എന്താ അവൾക്ക് പറ്റിയത്? എന്നാൽ ശാലിനി ഒന്ന് വിളിച്ച് പറയാം എന്നും പറയാൻ ശാലിനിയെ വിളിച്ച് പറയുന്നുണ്ട്. ശ്യാമയുടെ ഫോൺ വന്നപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റിയില്ല മോളെ. ഞാൻ തിരിച്ചു വിളിച്ചപ്പോഴൊക്കെ അവൾ ഫോൺ കട്ടാക്കുക. മോളെ എന്തോ കുഴപ്പമുണ്ടടി. അമ്മേ, ഞാനിപ്പോൾ ഒരു യാത്രയിലാണ്. അതൊരു കുഴപ്പം പിടിച്ച യാത്രയാ. എന്തായാലും ഞാൻ ശ്യാമയെ വിളിക്കാം, അതുപോരെ? അമ്മയാ വിഷ്ണുവേട്ടാ വിളിച്ചത്. ശ്യാമയുടെ കാര്യത്തിലും എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം. എന്തൊക്കെയോ കുഴപ്പങ്ങൾ അവിടെ ഉണ്ട്. പെട്ടെന്ന് കമലൻ, ആശാനെ വണ്ടി ഒന്ന് നിർത്തിക്കേ, ആശാനെ നിർത്ത്. എന്താടാ കമല, ആശാനെ വണ്ടി നിർത്ത്. ആശാൻ ആ പെണ്ണിനെ നോക്കിക്കേ. എന്ത് പാടാ, ഏത് പെണ്ണിനെ നോക്കാൻ? ആശാൻ ആ പെണ്ണിനെ ഒന്ന് നോക്കാശാനെ. ഒരു വീടിൻ്റെ മുന്നിൽ ഒരമ്മ കുഞ്ഞിൻ്റെ തല ചീകുന്നതാണ് കാണുന്നത്. ആശാനെ ആ പെണ്ണിനെ നോക്ക്, അവൾ ഗർഭിണിയല്ലിപ്പോൾ. ആശാനെ, ടിസ്റ്റ് അപ്പോൾ ഇവിടെ നിന്നാണ് തുടങ്ങിയിരിക്കുന്നത്. ആശാനെ, അന്ന് നമ്മൾ ലോഡും കൊണ്ട് വന്നപ്പോഴേ പാലത്തിൻ്റെ മുകളിൽ നിന്ന് നമ്മുടെ ലോറിക്ക് മുന്നിൽ ചാടിയ അമ്മയും മകളും നിൽക്കുന്നത്. ആശാനൊന്ന് സൂക്ഷിച്ചു നോക്കിക്കേ. അന്ന് ആ സ്ത്രീ ഗർഭിണിയായിരുന്നു, ഒരു 7-8 മാസം തോന്നിക്കുന്ന ഒരു ഗർഭിണിയായിരുന്നു. ഇപ്പം നോക്കിക്കേ, ദാണ്ട് അവർക്കിപ്പോൾ വയറേ ഇല്ല. എടാ, ആ സ്ത്രീ ഇപ്പോൾ പ്രസവിച്ചെങ്കിലും ഇങ്ങനെ ഇറങ്ങി നടക്കാൻ പറ്റുമോ? എടാ, ഇത് അവർ തന്നെയാണോ? എനിക്ക് നല്ല ഓർമ്മ കിട്ടുന്നില്ല. വണ്ടിക്ക് മുന്നിൽ ചാടിയപ്പോഴേ നമ്മൾ കാശും കൊടുത്ത് കുടിക്കാൻ വെള്ളവും കൊടുത്തില്ലേ? ഉടനെ ശാലിനി പറയുന്നു, വിഷ്ണുവേട്ടാ, ഇതിലൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. വിഷ്ണു ആ സ്ത്രീയെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ വിഷ്ണുവിനെ മനസ്സിലായി, ശരിയാണ്, ഇവള് തന്നെയാണെന്ന് വണ്ടിയുടെ മുന്നിൽ ചാടിയതും ഇവളന്ന് കരഞ്ഞുകൊണ്ട് അഭിനയിച്ചതുമല്ല. ഇപ്പോൾ എനിക്കെല്ലാം മനസ്സിലാകുന്ന കമല, നമുക്കൊന്ന് ചോദിച്ചു നോക്കാം, ഇവൾക്ക് സുഖപ്രസവമായിരുന്നോ അതോ അല്ലാത്ത പ്രസവമായിരുന്നോ എന്ന്. ശാലിനി, വാ, നമുക്കൊന്ന് അന്വേഷിക്കാം. വിഷ്ണു അങ്ങനെ അവളുടെ മുന്നിലോട്ട് വന്ന് ചിരിച്ചിട്ട് അവൻ ധരിച്ചിരുന്ന ആ മുഖംമൂടിയൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ടങ്ങ് ചിരിക്കുവാണ്. ആഹാ, പ്രസവമൊക്കെ കഴിഞ്ഞിരുന്നോ? അവളും കൊച്ചും അങ്ങനെ ഞെട്ടി നിൽക്കുവാണ്. ഞങ്ങളുടെ നാട്ടിൽ ചേച്ചിയുടെ പ്രസവത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒപ്പിച്ചിട്ട് ദാണ്ട ഞങ്ങൾ കാറും വിളിച്ചോണ്ടാണ് വന്നിരിക്കുന്നത്. അല്ല, ഏത് ഹോസ്പിറ്റലിലാണ് പ്രസവിച്ചത്? കമലൻ പറയുക, ഞങ്ങളെ മനസ്സിലായില്ലെന്ന് മാത്രം പറയല്ലേ, ആ ഞെട്ടൽ കണ്ടാൽ തന്നെ മുഖത്തുണ്ട്. മോളെ വാ, നമുക്ക് ഓടാന്നും പറഞ്ഞു ഓടാൻ നോക്കുമ്പോൾ ശാലിനി അവളെ അവിടെ പിടിച്ചു നിർത്തുന്നുണ്ട്. ഞാൻ ശാലിനി വിഷ്ണു, ജില്ലാ കളക്ടറാണ്. എൻ്റെ അടുത്ത് വെള്ളച്ചിലെടുത്താലേ തൂക്കിയെടുത്ത് ഞാൻ അകത്തിടും. അവൾ കൊച്ചിനോട് പറയുന്നു, മോളെ ഓടിക്കോ. പെട്ടെന്ന് കമലൻ കൊച്ചിനെ അങ്ങ് പിടിച്ച്. വിഷ്ണു ചോദിക്കുക, എന്താ ഇനി ഓടുന്നില്ലേ? ഓടിക്കോ, കൊച്ചിനെ ഞങ്ങൾ സ്റ്റേഷനിലെത്തിച്ചേക്കാം. ശാലിനി ചോദിച്ച്, എടി എന്താ നിന്റെ പേര്? ഉഷ. അന്ന് എന്തിനാ ഉഷ ഇവരുടെ ലോറിക്ക് മുന്നിൽ ചാടിയത്? ആര് പറഞ്ഞിട്ടാ നീ ഇവരുടെ മുന്നിൽ ഗർഭിണിയായിട്ട് അഭിനയിച്ചത്? മര്യാദയ്ക്ക് നീ പറഞ്ഞോ. പറഞ്ഞില്ലെങ്കിൽ ഇനി നിന്നെ ചോദ്യം ചെയ്യുന്നത് പോലീസായിരിക്കും. അയ്യോ വേണ്ട, ഞാൻ എല്ലാം പറയാം. വിഷ്ണുവും കമലിനും ചേർന്ന് ലോറിയിൽ ഫ്രൂട്ട്സുമായിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ കമലൻ ഒരേ സംശയം, ആശാനെ, നമ്മളീ കൊണ്ടുവന്ന ഫ്രൂട്ട്സ് എല്ലാം സാധാരണക്കാരുടെ കൈ കിട്ടണമെങ്കിൽ 1-2 കൈയൊക്കെ മറിഞ്ഞല്ല കിട്ടത്തുള്ളൂ. അപ്പോഴിത് കേടാകത്തില്ലേ? എടാ, നമ്മുടെ നാട്ടിലെ ഫ്രൂട്ട്സും പച്ചക്കറികൾക്കൊക്കെ ഒരമരത്വം എന്നൊരു വരം കിട്ടിയിട്ടുണ്ട്. അതായത് എത്ര നാളായാലും ചീത്തയാകാതിരിക്കാനുള്ള ഒരു കഴിവ്. ഒരു ഈച്ചയോ ഒരു പുഴു പോലും ഇതിൽ വന്നിരിക്കില്ല. അത് ശരി, അങ്ങനെ ഒരു വരമുണ്ടോ? എൻ്റെ ആശാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. ആശാനൊരു സംഭവം തന്നെ. ഇട മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം സൗരഭ്യം. അത് നീ കേട്ടിട്ടില്ലേ? എടാ, എൻ്റെ ഭാര്യ ഒരു കളക്ടറാണ് എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് വരുമ്പോഴാണ് ഈ സ്ത്രീയും കുഞ്ഞും കൂടെ ലോറിയുടെ മുന്നിലോട്ട് ചാടുന്നത്. വിഷ്ണുവും കമലിനും കൂടെ പേടിച്ചിട്ട് ഓടി വന്ന് നോക്കുമ്പോൾ ഇവർ ഗർഭിണി വരെയാണ്. അയ്യോ, എന്തെങ്കിലും പറ്റിക്കാണുമോ എന്ന് പറഞ്ഞ് ഭയന്നിട്ട് വിഷ്ണു, എന്തെങ്കിലും കുഴപ്പം പറ്റിയോ? വാ, അടുത്തുള്ള ഏത് ഹോസ്പിറ്റലാണ്, നമുക്ക് അങ്ങോട്ട് പോകാം എന്നൊക്കെ പറയുമ്പോൾ ആ സ്ത്രീ പറയുന്നു, ഇല്ല, ഒരു കുഴപ്പമില്ല, ഞാനല്ലേ തെറ്റ് ചെയ്തത്, ഞാനല്ലേ നോക്കാതെ ചാടിപ്പോകുന്നത്. എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം തന്നാൽ മാത്രം മതി. പെട്ടെന്ന് കമലൻ പോയി വെള്ളം എടുത്തുകൊണ്ടെന്ന് അവർക്ക് കൊടുക്കുന്നുണ്ട് കുടിക്കാൻ. അപ്പോൾ ഫ്രണ്ട്സ്, ആ വെള്ളം കുടിക്കുന്ന ഗ്യാപ്പിലാണ് വിഷ്ണുവിൻ്റെ ലോറിയിൽ സ്പിരിറ്റ് വെച്ചത്. ആ സ്പിരിറ്റ് വിഷ്ണുവിൻ്റെ ലോറിയിൽ വെച്ചത് ആരാണെന്ന് ഈ സ്ത്രീ ഇനി പറയും. ഉടനെ തന്നെ ചന്ദ്രബോസിൻ്റെ അറസ്റ്റും ശാലിനിയുടെ തിരിച്ചുവരവും എല്ലാം നമുക്ക് അടുത്ത റിവ്യൂവിൽ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.